ഹലോ, വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് അമ്മയും ഞാനും കൂടെ ഒരു ഷോപ്പിങ്ങിന് പോയിട്ടോ. ഏറ്റവും രസമുള്ള കാര്യമല്ലേ ഷോപ്പിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കടകളൊക്കെ കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയും ഞാനും കൂടെ ഒന്ന് പോയി. 1-2 സാധനങ്ങൾ വാങ്ങിക്കണം, അടുക്കള സാധനങ്ങൾ വാങ്ങിക്കണം, അങ്ങനെ ഇങ്ങനെ പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലെഗിൻസും ടോപ്പും ഒക്കെ പണ്ട് ഞാൻ ഇട്ടിരുന്നു. വീട്ടിലിരിക്കുമ്പോൾ കൂടി ഞാൻ ആ ഡ്രസ്സൊക്കെ ഇട്ടിരുന്നു. ഇപ്പം എൻ്റെ ലെഗിൻസ് എല്ലാം കേട് വന്നു. പിന്നെ ഇപ്പോൾ കുറേ ആയിട്ട് ലെഗിൻസൊന്നും ഉപയോഗിക്കാറില്ല, വെറും ഷോർട്ട്സൊക്കെ ഉപയോഗിക്കുള്ളൂ. കാരണം ഈ ഹോസ്പിറ്റലിൽ ഇത് വയ്യായ ഒക്കെ ആകുമ്പോൾ നമുക്ക് ലെഗിൻസൊന്നും വലിച്ചു കയറ്റാൻ വയ്യാത്തതുകൊണ്ട് ഷോർട്ട്സും അല്ലെങ്കിൽ ഇങ്ങനത്തെ ചുവന്ന കളറിൽ ഉടുപ്പില്ലേ അതൊക്കെ തന്നെയുള്ളൂ സ്ഥിരം. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു എനിക്ക് ലെഗിൻസും ടോപ്പും എടുക്കണമെന്ന്. അപ്പം എന്നിട്ട് പോയപ്പോഴും ഞാൻ വേണ്ട എന്ന് ഞാൻ അമ്മോട് പറഞ്ഞു. അപ്പം പറഞ്ഞു വേണ്ട, എടുത്തോ പറഞ്ഞു. അങ്ങനെ ഇന്ന് ലെഗിൻസ്, ടോപ്പ്, പിന്നെ അമ്മയ്ക്ക് 2 സെറ്റുമുണ്ട്, അച്ഛൻ 2 മുണ്ട്, ഇങ്ങനത്തെ പരിപാടികളൊക്കെ എടുത്തു. നോക്കുമ്പോൾ അത് എൻ്റെ ആ ഷോപ്പിൽ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്, ടെക്സ്റ്റൈൽസിൽ. അവിടെ എത്തിയപ്പോൾ എന്താ പറയുക, ഞാൻ ഡ്രസ്സ് കാണിച്ചു തരുമ്പോൾ കൂട്ടത്തിൽ പറയാം, ഇല്ലെങ്കിൽ ഇൻട്രോ നിങ്ങൾക്ക് ഭയങ്കര ലാഗായി പോകും ഇല്ലേ. അപ്പോൾ നമുക്ക് ഡ്രസ്സുകൾ കാണാം കേട്ടോ. ആദ്യം അമ്മയ്ക്ക് എടുത്ത് തന്ന ഇത് ഞാൻ കാണിച്ചു തരാം. എന്താ പറയുക, അമ്മയ്ക്ക് എടുത്ത സെറ്റുമുണ്ട്. എടുത്ത് തന്നാന്നൊക്കെയാണ് പറയുന്നത്. അമ്മയ്ക്ക് എടുത്ത സെറ്റുമുണ്ട്. ഇവിടെ സിൽവർ കളറിൽ ആണ് കര, അതിൽ ബ്ലാക്ക് കളർ ആയിട്ടുള്ള ഡിസൈൻ, എന്താ പൂക്കളും ഒക്കെ ആയിട്ടുള്ള ഡിസൈനായിട്ട് നന്നായിട്ടില്ലേ. ഇതിലേക്ക് ബ്ലാക്ക് കളർ ബ്ലൗസ് പീസാണ്, അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ഓറഞ്ച് കളർ, ഓറഞ്ച് അയമ്പിൽ പീക്കോക്ക് കാണാല്ലേ നിങ്ങൾക്ക്? പീക്കോക്ക് ഓറഞ്ച് പീക്കോക്ക്. ഈ ഓറഞ്ച് കളർ ബ്ലൗസ് പീസ്, രണ്ടും അമ്മയുടെയാണ്. പിന്നെ എൻ്റെ ഈ മുടി ഇങ്ങനെ വെട്ടിയതുകൊണ്ട് ഇങ്ങനെ കണ്ണിലേക്ക് വരിക കേട്ടോ. അതിന് സ്റ്റൈലായിട്ട് കാണിക്കുന്നതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇതിങ്ങനെ കുമ്പിടുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കി വെക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ബാൻഡ് ഇടണം. ഇത് ലെഗിൻസ് ബ്ലാക്ക്. ഞാൻ കുറേ കാലമായി ലെഗിൻസൊക്കെ ഇട്ടിട്ട്. പണ്ട് ഞാൻ ലെഗിൻസൊക്കെ വാങ്ങിച്ചിരുന്നു, പക്ഷേ ഇപ്പം അതൊന്നും ഇടലില്ല. ഇപ്പം അതൊക്കെ കേട് വന്നു, പുതിയത് ഞാൻ വാങ്ങിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പണ്ട് എൻ്റെ ഡ്രസ്സ് ഇതൊക്കെയായിരുന്നു, ലെഗിൻസും ഒരു ടോപ്പും അങ്ങനെയായിരുന്നു വീട്ടിലൊക്കെ. അപ്പോൾ ബ്ലാക്ക് കളർ ലെഗിൻസ് ഇട്ടു. എനിക്ക് കുട്ടികളുടെ സൈസേ വേണ്ടുള്ളൂ. ഞാൻ എപ്പോഴും തുണിക്കടയിൽ പോകുമ്പോൾ കിഡ്സ് സെക്ഷനാണ് പോയിട്ട് സാധനങ്ങൾ തുണികൾ വാങ്ങിക്കാറ്. എൻ്റെ ഡ്രസ്സൊക്കെ കിഡ്സ് സെക്ഷനിലേ കിട്ടുള്ളൂ. ബ്ലാക്ക് ആൻഡ് ഗ്രേ ആണ് ഞാൻ ലെഗിൻസ് വാങ്ങിയത്. ഗ്രേ കളർ, വൈറ്റ് ഉണ്ടായിരുന്നു അവിടെ, അപ്പോൾ വൈറ്റ് വേണ്ട, ഈ 2 മതി. എനിക്ക് ഗ്രേ കളർ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് വാങ്ങിച്ചു. ബ്ലാക്ക് വാങ്ങിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പുകൾക്ക് ഇടാമെന്നുള്ള കളറല്ലേ ബ്ലാക്ക്. അപ്പോൾ 2 ലെഗിൻസ് വാങ്ങിച്ചു, പിന്നെ 2 ടോപ്പ് വാങ്ങിച്ചു. നൂല് പോകുന്നു, ഇത് കട്ട് ചെയ്ത് കളയണം. ശരിക്കും നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സാണെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ വക്കടിക്കുക എന്നൊരു സംഭവം ഉണ്ടല്ലോ, പണ്ട് മുണ്ടിനൊക്കെ വക്കടിക്കുന്ന പോലെ, ഇതൊക്കെ ഒരൊറ്റ സ്റ്റിച്ചായിട്ട് അവർ ഇട്ടിട്ടുണ്ടാവുള്ളൂ. പലയിടത്തും ഇങ്ങനെ നൂല് പൊന്തിക്കാണും. ഇത് നമ്മളിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയാം. ശരിക്കും വാങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ അടുപ്പിക്കണം. ശരിക്കും ഏത് കൂടെയൊക്കെ സ്റ്റിച്ച് പോയിട്ടുണ്ടോ അത് കൂടെയൊക്കെ ഒന്നും കൂടെ തയ്യൽ മെഷീനിൽ തന്നെ അടുപ്പിച്ച് അത് സ്ട്രോങ് ആയിട്ടിരിക്കും. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തുന്നൽ വിടും. ഇതാണ് ഒരു ടോപ്പ് കേട്ടോ, നിങ്ങൾക്ക് കാണാം. ഞാൻ ക്യാമറ താഴ്ത്തി കാണിച്ചു തരാം. അയ്യോ,
ഇത് ഞാൻ ഇത് നല്ല നല്ല സോഫ്റ്റായിട്ടുള്ള തുണിയാണ് കേട്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള തുണിയാണ്. ഇതിന് പിന്നിൽ കെട്ടൊക്കെ ഉണ്ട്, ഫ്രോക്ക് പോലെ കെട്ടൊക്കെ ഉണ്ട്. നല്ല നല്ല ടോപ്പ്, നല്ല, അതായത് എനിക്ക് ഇടാൻ നല്ല സുഖമുണ്ട്. അവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, കളക്ഷനും സെലക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടോപ്പുകളായിരുന്നു. ഞാൻ ഓരോന്നും എടുത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എല്ലാം ഇഷ്ടമായി. പക്ഷെ നമുക്കെല്ലാം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് 2 വാങ്ങിച്ചിട്ട് പോന്നു. ഇതാണ് അടുത്തത്. ഇത് ഞാൻ അവിടെ നിന്ന് ഇട്ട് നോക്കിയിട്ടാണ് വാങ്ങിച്ചത്, ട്രയൽ റൂമിൽ. ഇതാണ് അടുത്തത്. ഇതിന് വൈറ്റ് കളർ ലെഗിൻസ് ഇടാം എന്ന് വിചാരിച്ചിട്ട് വൈറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഇതിന് ബ്ലാക്ക് നല്ല ഭംഗിയുണ്ടാവും. ഇത് 32 സൈസാട്ടോ. 32 സൈസൊക്കെ മതി എനിക്ക്. 36 ഒക്കെ ആയിരുന്നു മുന്നേ. അപ്പോൾ ഈ വയ്യാതെ ആവുകൊണ്ട് കാരണം വീണ്ടും വണ്ണം കുറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ആണ് ടോപ്പ്. ഇത് അത്യാവശ്യം ഇവിടെ ഇലാസ്റ്റിക് ആയതുകൊണ്ടും ഇതിനൊരു ഇത്തിരി വെയിറ്റ് തോന്നുന്നുണ്ട്. എന്നാൽ അത്ര വെയിറ്റൊന്നുമില്ല, പക്ഷെ ഇതിൻ്റെ അത്രയും ഇത് വെയിറ്റ് തീരില്ല. അപ്പോൾ നമുക്ക് കഴുകാനൊക്കെ എളുപ്പം അങ്ങനത്തെ, അതുകൊണ്ട് തന്നെ സോഫ്റ്റായ ടൈപ്പ് ഡ്രസ്സുകളാണ് ഞാൻ വാങ്ങിക്കാറധികം. ഇനിയൊരു കാര്യം, നമ്മൾ പുതിയ ഡ്രസ്സ് കടയിൽ നിന്ന് വാങ്ങിച്ചാലും നമ്മളത് സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കാവൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എടുത്ത് നോക്കുന്നതാണ്. ചിലർ വെച്ച് നോക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ട്രയൽ റൂമിൽ പോയിട്ട് ഇട്ട് നോക്കിയെന്ന്. ഇതുപോലെ ട്രയൽ റൂമിൽ പോയിട്ട് ഇട്ട് നോക്കിയിട്ട് പാകമല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് അയച്ച അവിടെ തന്നെ കൊടുക്കും. അപ്പോൾ ഒരാൾക്ക് വേർപ്പുണ്ടെങ്കിൽ ആ വേർപ്പും ഒക്കെ അതിൽ പറ്റിയിട്ടുണ്ടാവും. അത് എന്നിട്ട് അവർ മടക്കി ഭദ്രമായിട്ട് കബോർഡിൽ വെക്കും. വേറൊരാൾ വരുമ്പോൾ അത് വാങ്ങിക്കൊണ്ട് പോകും. എന്നിട്ടത് അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അയാൾക്ക് നേരത്തെ വന്ന് ഇട്ട് പോയ ആൾക്ക് വല്ല ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളിലേക്കും കിട്ടും. അതുകൊണ്ട് തന്നെ ഈ കൊറോണ വന്ന കാലം മുതൽക്ക് ഇതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടോ. മുമ്പൊന്നും നമ്മളിത് ശ്രദ്ധിക്കില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്തും, പ്രത്യേകിച്ച് ഇന്നർ വെയറൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എത്ര നല്ല കടയിൽ, എത്ര AC-യിൽ, എത്ര ഭംഗിയായി പാക്ക് ചെയ്ത് വെച്ചതാണെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് വന്നാൽ കഴുകി സോപ്പ് വെള്ളത്തിൽ കഴുകി വെയിലത്തിട്ട് നല്ല വെയിലത്തിട്ട് ഉണക്കി മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അപ്പോഴാണ്, ഇല്ലെങ്കിലേ ചിലപ്പോൾ പണി കിട്ടും. കാരണം ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഭയങ്കര ബാക്ടീരിയാസും വൈറസുകളും പല പല പേരിൽ വരികയല്ലേ. അപ്പോൾ ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കൊക്കെയാണ് ഇന്നത്തെ ഷോപ്പിംഗ് വിഷയം. പിന്നെ 1-2 ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങിച്ചു കേട്ടോ. അത് കാണിക്കുന്നില്ല, കാരണം അത് കൊടുക്കാനുള്ളതല്ലേ, അത് നമ്മളങ്ങനെ പബ്ലിക് ആക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ 2 നല്ല ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് അടുക്കള സാധനങ്ങൾ വാങ്ങിച്ചു. അതൊക്കെയാണ് ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷം. അപ്പോൾ ഡ്രസ്സ് അച്ഛന് 2 മുണ്ട് വാങ്ങിയിട്ടുണ്ട്. അച്ഛൻ മടക്കി ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ സാധാരണ 2 മുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ അല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യാതിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിനി എന്താ പരിപാടി, ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് സോപ്പ് വെള്ളത്തിലിട്ട് എടുക്കണം. ഇന്നലത്തെ എൻ്റെ കുറുക്ക് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഈ ചിരി വരെ. ആരോ പറഞ്ഞു ദിവ്യക്കുഞ്ഞിന് ഒരു കമൻറ്റ് ഇട്ടിരിക്കുക, ദിവ്യക്കുഞ്ഞിൻ്റെ കുറുക്കുന്നെന്തോ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് കടയിൽ ചെന്നപ്പോൾ തുണിക്കടയിൽ ഞാൻ +2 പഠിക്കുന്ന അതേ ബാച്ചിലുണ്ടായിരുന്ന കുട്ടി അത്ര, ക്ലാസ്മേറ്റ് അല്ല, തൊട്ടപ്പുറത്ത് വേറെ ബാച്ച്, വേറെ ഹ്യൂമാനിറ്റീസ് എടുത്തിരുന്ന ആളത്ര. ഞാൻ കൊമേഴ്സ് ആയിരുന്നു, പക്ഷേ കൊമേഴ്സിൻ്റെ തൊട്ടപ്പുറത്തെ ക്ലാസ്സായിരുന്നു ഹ്യൂമാനിറ്റീസ് +2. അപ്പോൾ നമ്മൾ മലയാളം ക്ലാസ്സിനൊക്കെ ഹ്യൂമാനിറ്റീസിലേക്ക് പോകുമായിരുന്നു. അവിടെ ഒരു പീരീഡ് നമ്മൾ മലയാളം ക്ലാസ്സിന് ഹ്യൂമാനിറ്റീസിൽ വെച്ചിരിക്കും. പക്ഷേ ഈ കുട്ടി ആ സമയത്ത് ഹിന്ദി ക്ലാസ്സിന് പോകുമായിരുന്നു. അതുകൊണ്ട് ക്ലാസ്മേറ്റ് എന്ന നിലയിലല്ല, പക്ഷേ ബാച്ച്മേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ ആ സ്കൂളിലാണ് പഠിച്ചതെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടീനെ ചോദിക്കുക, ഏത് ഇയറിലാണ് പാസ് ഔട്ട് ആയതെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ അയൽവാസികളായിരുന്നു എന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ ഷോപ്പൊക്കെ നല്ലതാണ് കേട്ടോ, ചെറിയൊരു കടയാണ് പുറത്തുനിന്ന് കണ്ട. അപ്പോൾ പക്ഷേ അതിൻ്റെ ഉള്ളിൽ നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല സ്റ്റാഫ്. കടയുടെ പേര് ഞാൻ പറയണോ, ഭാഗ്യശ്രീ എന്നായിരുന്നു. അത് പരസ്യമൊന്നുമല്ല കേട്ടോ, ഞാൻ ആ കടയ്ക്കൊരു പ്രൊമോഷൻ കൊടുക്കുന്നതല്ല. ഭാഗ്യശ്രീ എന്നാണ് കടയുടെ പേര്. അവിടെ നമ്മൾ പോയത്.
അപ്പോൾ അവിടെ അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായി. നല്ല കളക്ഷനൊക്കെ ഉണ്ട്, ചെറിയ കടയാണെങ്കിലും നന്നായി. സ്റ്റാഫിൻ്റെയൊക്കെ പെരുമാറ്റം നല്ല പെരുമാറ്റമായിരുന്നു. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായ കട. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ പാപ്പുണ്ണിക്കുട്ടനില്ലേ, അത് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു. കുഞ്ഞു പാപ്പുണ്ണിയുടെ വീഡിയോ ഇട്ടിരുന്നില്ലേ, ചെറിയൊരു പട്ടിക്കുട്ടിയുടെ, അതിനെ നമുക്ക് പുറത്ത് കൊണ്ടുപോയി വിടേണ്ടി വന്നു കേട്ടോ. സങ്കടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 ദിവസം ഞാൻ അതിനെ നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ ടയേർഡായി. കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ കുളിപ്പിക്കണം. അവനല്ല, അവളാണ്, പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കിഷ്ടമാണ് നോക്കാൻ, പക്ഷേ നോക്കേണ്ട പോലെ നോക്കണം. ആശുപത്രിയിൽ കൊണ്ട് വാക്സിൻ എടുപ്പിക്കണം, ഭക്ഷണം നേരാവുന്ന അതിൻ്റെ ഫുഡ് കൊടുക്കുക, അതൊക്കെ കൊടുക്കാം. വാക്സിൻ എടുപ്പിക്കണം. ചെള്ളുണ്ടായിരുന്നു ദേഹത്ത്. ഞാൻ കുളിപ്പിച്ചു, പക്ഷെ കുളിപ്പിച്ചാലൊന്നും ചെള്ള് പോകുന്നില്ല. അതിങ്ങനെ മാന്തി കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് മരുന്ന് തേക്കണം. പിന്നെ വെറുതെ നമ്മൾ സിറ്റ് ഔട്ടിൽ അങ്ങനെ കിടത്തിയാൽ പോരാ, കൂടെന്നെ വാങ്ങിക്കണം. കാരണം ഈ കുഞ്ഞു പ്രായം പെട്ടെന്ന് വലുതായി കഴിഞ്ഞാൽ മറ്റു ഡോഗ്സൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യാനും പിന്നെ ഭയങ്കര ബഹളമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ കൂട്ടിൽ വളർത്തണം. അപ്പോൾ പിന്നെ കൂടെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ അതിന് മൂത്രം ഒഴിക്കണമെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അതിനെ സമയാസമയത്ത് കൂട് തുറന്ന് വിടണം. ഇതൊക്കെ നമ്മളൊരാൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തൊരു കുഞ്ഞിനെ നോക്കണ പോലെ അതിൻ്റെ കൂടെ വേണം. അപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു കുട്ടിപ്രായം കയ്യിലെടുക്കാവുന്നതാണ്, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇനി വലുതായി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലരും കമൻറ്റ് ഇട്ടിരുന്ന് വളർത്തിക്കോളൂ, നന്നാവും, ക്യൂട്ടാണ്, ഒരു കൂട്ടാവും എന്നൊക്കെ. സത്യമാണ്, കൂട്ടാവും. പക്ഷേ അതിനെ വളർത്തണം. വെറുതെ 3 നേരം ഫുഡ് കൊടുത്താൽ പോരാ, നേരെ സംരക്ഷിക്കാൻ പറ്റണം, നല്ല ഹൈജീനിക്കായിട്ട്. അപ്പോൾ അതെന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. എനിക്ക് സപ്പോർട്ടിന് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളും കൂടെ, അതിന് അർപ്പം ഒന്നും ഇല്ലാത്ത ഒരാൾ കൂടെ വേണം. അപ്പോൾ എൻ്റെ വീട്ടിൽ അതിനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ 2 ദിവസം, ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ആകും. പാപ്പുണ്ട് ഇതിന് മുന്നേ ഇതുപോലൊരു പട്ടിക്കുട്ടി വന്നിട്ടേ അതിന് ഭക്ഷണമൊന്നും കിട്ടാതെ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മളതിന് ഡോഗ് ഫുഡൊക്കെ കൊടുത്ത് നല്ല ഉഷാറാക്കി എടുത്ത് കുറച്ച് നാളുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് പോയി, അതിനെ വിടേണ്ടി വന്നു. ഈ പറഞ്ഞ പോലെ നമുക്ക് അതിനെ ഫുള്ളായിട്ട് നോക്കാൻ പറ്റില്ലല്ലോ, ഒരു ലൈഫ് ലോങ് അങ്ങനെ ഇവിടെ നിർത്താനുള്ള സാഹചര്യമില്ല. അപ്പോൾ ഒന്ന് ഉഷാറായപ്പോൾ അതിന് പുറത്തേക്ക് വിടേണ്ടി വന്നു. എന്നിട്ട് തന്നെ അപ്പോൾ അത് ഭയങ്കര സങ്കടമായി എനിക്ക്. അതിന് ഞാൻ റിക്കവർ ആവാനൊക്കെ ഒരുപാട് സമയമെടുത്തു. അതുകൊണ്ട് ഇനി ഇത് വയ്യ, സങ്കടപ്പെടാം നമുക്കേ. അതെ, അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വിട്ടു. 2 ദിവസമല്ലേ ആയിരുന്നുള്ളൂ. വേറെ ആരുടെയെങ്കിലും കയ്യിൽ നോക്കാൻ നോക്കാൻ എന്താ പറയുക, ഉപയോഗിക്കുന്നവരുടെ നോക്കാൻ ഇഷ്ടമുള്ളവരുടെ കയ്യിലെത്തട്ടെ. അങ്ങനെ ഒരു ലൈഫ് കിട്ടിട്ടതിന്. ആ പ്രായത്തിലൊക്കെ അമ്മയുടെ അടുത്തുനിന്ന് അതിനെ മാറ്റി നിർത്തുന്നതേ പാപമാണ്. ആരോ ചെയ്തതാണത്. അമ്മയുടെ അടുത്തുനിന്ന് കുഞ്ഞുങ്ങളെ ഓരോ ദിക്കിൽ കൊണ്ടുപോയി ഇങ്ങനെ റോഡ് സൈഡിലിടും. അപ്പോൾ അത് ഭയങ്കര ഒരു ക്രൂവലാണത്. അമ്മയുടെ കൂടെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചോളും. അപ്പോൾ ദയവ് ഇത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങളാരും ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ ഒരമ്മയ്ക്ക്, അവരവിടെ കിടന്ന് ശല്യമാവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഓരോ കുഞ്ഞുങ്ങളെടുത്ത് ഓരോ ദിക്കിലേക്കൊന്നും കൊണ്ടുപോയി ആക്കരുത്. ദയവ് ഇത് തള്ളയുടെ കൂടെ തന്നെ അത് നിന്നോട്ടേ എന്ന് കരുതണം. കുറേ കഴിഞ്ഞാൽ അവർ തനിയെ പൊക്കോളും അമ്മയുടെ അടുത്തുനിന്ന്. പക്ഷെ അതുവരെ അമ്മയുടെ അടുത്തുനിന്ന് അവരെ മാറ്റരുത്, മഹാപാപമാണ്. അതൊരു റിക്വസ്റ്റായിട്ട് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരോടും കൂടെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. കുഞ്ഞു പാപ്പനോടെ വിശേഷവും ഷോപ്പിങ്ങിൻ്റെ വിശേഷവും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.